പൊങ്ങൻ നാക്കിൽ നിന്നും പോങ്സ്കൃതത്തെ വടിച്ചു കളഞ്ഞിട്ടുള്ള വരവാണ്. 2024 ഡിസംബർ 31 രാത്രി വീടിന്റെ ഗേറ്റിലൊരു വവ്വാലിനെ പോലെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒരുപാട് സമയം 2025 ജാനുവരി 1 തുടക്കത്തിൽ സൂക്ഷം 12 മണി കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ ഈ പോങ്ങന്റെ മനസ്സുകൊണ്ട് അന്തരീക്ഷത്തിൽ എഴുതിയ, അതല്ലെങ്കിൽ പോങ്ങൻ ഉച്ചരിച്ച ആദ്യത്തെ പദം എന്ന് പറയുന്നത് നമ്മൾ എന്നാണ്. നമ്മൾ, ഞാനെന്നോ ഞങ്ങളെന്നോ നിങ്ങളെന്നോ അല്ല, തീർച്ചയായിട്ടും അത് നമ്മൾ എന്നായിരുന്നു. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യർ മാത്രമല്ല, ഈ അണ്ടാടാഹം മുഴുവൻ അതിൽ പെടും, നമ്മളിൽ പെടും. അത് വളരെ ബോധപൂർവം ചിന്തിച്ചതല്ല, അല്ലെങ്കിൽ ആലോചിച്ചതല്ല, സ്വതവേ എന്റെ സ്വഭാവത്തിൽ അതുള്ളതാണ്. ഇടയ്ക്കൊരു കാര്യം കൂടി പറയട്ടെ. കടുത്ത ഉൽപ്പതിഷ്ണുക്കൾ, തീവ്ര ബുദ്ധിജീവികൾ, സാധാ പ്രബുദ്ധർ, ഇവർക്കുള്ളതൊന്നുമല്ല ഈ വീഡിയോ. ഇത് ഈ പോങ്ങന്റെ സഹപോങ്ങന്മാരുമായിട്ട് മാത്രം നടത്തുന്ന ചില സംസാരമാണ്. വളരെ വ്യക്തിപരമായിട്ടുള്ള ചില സംസാരത്തിലൂടെയൊക്കെ തന്നെ ആയിരിക്കും എന്റെ നാവ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോങ്ങന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കേൾക്കാനല്ല, അല്ലെങ്കിൽ അത്തരം വിശേഷങ്ങളൊന്നും കേൾക്കാനല്ല ഞങ്ങളിങ്ങോട്ട് വന്നത് എന്ന് പറയാറുള്ള ചില മാന്യമായിട്ട് പറഞ്ഞ ചില സഹജീവികൾ, അത്തരക്കാർ ഇവിടെ നിൽക്കണ്ട. കാരണം പൊതുകാര്യങ്ങൾ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ധാരാളം വാർത്താ ചാനലുകളുണ്ട്. സാമ്പ്രദായികമായിട്ടായാലും നവമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്താ ചാനലുകളുണ്ട്. തീർച്ചയായിട്ടും നാട്ടുവിശേഷങ്ങൾ, നാട്ടുവിവരങ്ങൾ അതിലൂടെ അറിയാൻ ശ്രമിക്കുക. പോങ്ങന് പലപ്പോഴും പോങ്ങനെ കുറിച്ചും പറയേണ്ടതായിട്ട് വരും. പോങ്ങനെ ഇഷ്ടപ്പെടുന്ന വളരെ കുറച്ച് ആളുകൾ, ഒരുപക്ഷെ പോങ്ങൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ പോങ്ങനെ ഇഷ്ടപ്പെടുന്ന ചിലരെങ്കിലും ഉണ്ട് ഈ ലോകത്ത് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് 2024 വരെയുള്ള ഒരു കാലം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുകാര്യം മാത്രമല്ല ഇന്ന് പറയുന്നത് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ആ വിചാരം തന്നെയാണ് എല്ലാ കാലത്തും എനിക്കുണ്ടായിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മളൊരു സാമൂഹ്യ മാധ്യമ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ച് അത്ര കണ്ട് പരിചയമുള്ള ഒരു സമൂഹമല്ല. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരുപാട് പിശകുകൾ നമുക്ക് സംഭവിക്കുന്നുണ്ട്. പൊതുവായും ഉണ്ട്, വ്യക്തിപരമായും ഒക്കെ ഉണ്ട്, സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടോ നമ്മൾ നമ്മുടെ ഈ നവമാധ്യമങ്ങളെ സമൂഹത്തിൽ സമാധാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ കുറച്ചുകൂടി പരിഷ്കൃത ബുദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹത്തെ പരുവപ്പെടുത്താൻ വേണ്ടിയോ ഒന്നും ആരും തന്നെ ഉപയോഗിക്കാറില്ല. പുച്ഛിക്കുക, പരിഹസിക്കുക, നിന്ദിക്കുക, അപമാനിക്കുക, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അധിക്ഷേപിക്കുക, എല്ലാത്തിലും തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുക, ആരിലും നന്മ കാണാതിരിക്കുക, ഇങ്ങനെ പറയുന്ന ഒരുപാട് കുഴപ്പങ്ങൾ തീർച്ചയായിട്ടും നവമാധ്യമങ്ങളിൽ കൂടുതൽ ശ്രദ്ധേയരായിട്ടുള്ള ആളുകളിൽ അത്തരം പ്രവണത കണ്ടതുകൊണ്ട് തന്നെ പലരും അതിന്റെ ചുവട് പിടിച്ച് അതേ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായി പോയിട്ടുണ്ട്. പോങ്ങനൊക്കെ പലപ്പോഴും മറ്റുള്ളവരുടെ ഈ വിദ്വേഷം നിറഞ്ഞിട്ടുള്ള, പക നിറഞ്ഞിട്ടുള്ള, പരിഹാസം നിറഞ്ഞിട്ടുള്ള, പുച്ഛം നിറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ ഇതുവരെയും ഇവിടെ ഇരുന്ന് നാവാടിയത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് മോശപ്പെട്ട ശൈലി എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. വളരെ മോശപ്പെട്ട ഒരു ശൈലി. അതായത് എനിക്ക് തന്നെ എന്നോട് പുച്ഛം തോന്നുന്ന, ഞാനിവിടെ ഇരുന്ന് നാപടിച്ചതിന് ശേഷം പലപ്പോഴും എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത്രയും ഒരു കെട്ട മനുഷ്യനാണോ ഞാനെന്ന്. ഞാനങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ബോധ്യം. പക്ഷേ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ വെട്ടിയൊരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സിസ്റ്റത്തിലേക്ക് ഇടുന്ന സമയത്താണ് അത് രണ്ടാമതൊന്നുകൂടി കേൾക്കുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് വെച്ച എത്രയോ വീഡിയോകൾ പോങ്ങൻ നിത്യവും എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ പലതിനകത്തും പക കൂടുതലുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്, വെറുപ്പ് കൂടുതലുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്, വിദ്വേഷം കൂടുതലുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഒട്ടും തന്നെ സംസ്കൃതീകരിക്കപ്പെട്ട ശൈലിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള തോന്നൽ കൊണ്ട് ഞാൻ കളഞ്ഞിട്ടുള്ള വീഡിയോകൾ, അതായത് നിങ്ങളുടെ മുന്നിലേക്ക് വിളമ്പാതെ പോയ വീഡിയോകൾ ധാരാളമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഹരിക്കുന്നതാണല്ലോ നമ്മൾ വിസർജിക്കുന്നത്, അല്ലേ? നമ്മൾ തലേന്ന് കഴിച്ചതൊക്കെ തന്നെയാണ് നമ്മൾ പുറത്തേക്ക് കളയുക പിറ്റേന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആഹരിച്ചത് അത്രയും, എൻ്റെ മനസ്സ് ആഹരിച്ചത് അത്രയും വെറുപ്പും വിദ്വേഷവും പകയുമായിരുന്നു. കാരണം ഫേസ്ബുക്കിലൂടെ സജീവമായിട്ട് ഓടി നടക്കുന്നു, യൂട്യൂബിലൂടെ കാര്യങ്ങൾ കാണുന്നു. ഇതെല്ലാം കൂടി കണ്ട് നമ്മുടെ ഉള്ളിലും സ്വാഭാവികമായിട്ടും ഒരുതരം സംഘർഷമാണ് നിൽക്കുന്നത്. ഒരു വല്ലാത്ത പകയാണ് തോന്നുന്നത്. സമൂഹത്തോട് എനിക്കുണ്ടായിരുന്ന ആ സ്നേഹം അങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു വലിയ ദേഷ്യം നിൽക്കുന്ന, അമർഷം നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ എല്ലാത്തിനെയും അതിവൈകാരികമായിട്ട് കാണുന്ന ഒരാളായതുകൊണ്ട് അതെൻ്റെ ശരീരത്തെ ബാധിച്ചു, എൻ്റെ മനസ്സിനെ ബാധിച്ചു.
നമുക്കിങ്ങനെ ഒരു സാങ്കേതിക സാഹചര്യം ഒത്തിണങ്ങി വന്നതുകൊണ്ട് അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആശയവിനിമയം സുഹൃത്തുക്കളുമായിട്ട് നടത്തുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു യോഗ്യതയുമുള്ള ഒരാളായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടുണ്ട്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഇരുന്നിങ്ങനെ നിരന്തരം എടുത്ത് വാചകടിക്കാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനൊരു കേവനാണ് എന്നോ മറ്റോ ഒക്കെയുള്ള ഒരു ധാരണ ആരുടെയെങ്കിലും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഏത് പ്രവൃത്തിക്കും ഒരു അനന്തരഫലമുണ്ടാവും. അപ്പോൾ ഇവിടെ ഇരുന്ന് കുരയ്ക്കുമ്പോൾ ഈ ഒരു കുരയുടെ ഒരു പ്രതികൂല തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്നുണ്ടാവും. സമാന മനസ്കരായിട്ടുള്ള ആളുകൾ സ്നേഹത്തോടെ കുരയ്ക്കും, അതല്ലാത്ത ആളുകൾ വെറുപ്പോടുകൂടി കുരയ്ക്കും. ചിലർക്ക് ഇവനെ കൊണ്ടുപോയി ഈ സ്റ്റുഡിയോ റൂമിൽ ഇരുന്നു കൊണ്ടുള്ള ഈ കുര ഒരു വേദിയിലിരുത്തി ഇവൻ സമൂഹത്തെ നോക്കി കുരയ്ക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അത്തരം ക്ഷണങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി വേണ്ട എന്ന് വെക്കാൻ ഞാൻ കാണിച്ചിട്ടുള്ള മനസ്സാണ് എനിക്ക് എന്നോട് ബഹുമാനം തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. വേണ്ട എന്ന് പറഞ്ഞു, സാധിക്കില്ല എന്ന് പറഞ്ഞു, അഹങ്കാരം കൊണ്ടല്ല, അപകർഷതാബോധം കൊണ്ടല്ല. എന്നേക്കാൾ യോഗ്യരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അതെനിക്ക് നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. അതിന്റെ അർത്ഥം ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്നൊന്നുമല്ല. അങ്ങനെയൊന്നും ഒരു വിചാരവും എനിക്കില്ല. ഇവിടെയുള്ള ആഘോഷിക്കപ്പെടുന്ന പലരേക്കാൾ കൂടുതലായിട്ടും പ്രകൃതി എൻ്റെ മനസ്സിലൊരു നന്മ തന്നിട്ടുണ്ട് എന്നും അത് അഹങ്കാരമായിട്ട് വളരാതെ ആത്മവിശ്വാസം എന്നുള്ള നിലയിൽ പോലും അത് സമൂഹത്തിലേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട്, എന്നാൽ അത് അപകർഷതാബോധമായി ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധം വളരെ ഒരു നൂൽപാലത്തിലൂടെയുള്ള ഒരു നാവ് നടത്തലാണ് ഞാൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ആർക്കും ആരുമാകാൻ കഴിയുന്ന കാലത്ത് ആരുമല്ലാതാകുന്നവൻ വലിയവൻ എന്ന് പറയുന്ന ഒരു വിചാരത്തോടുകൂടി ഈ ലോകത്തെ സമീപിച്ചുകൊണ്ട് വളരെ ഒതുങ്ങി സ്വസ്ഥമായിട്ട് തന്നെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പലപ്പോഴും എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. ഒരവസരം ലഭിക്കുമ്പോൾ സമൂഹത്തോട് സംസാരിക്കാൻ ഈ ഒരു വഴിയല്ലാതെ മറ്റു വേദികളിലൂടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങിക്കിട്ടുമ്പോൾ അതൊക്കെ വേണ്ട എന്ന് പറയുന്നത് എന്നേക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകൾ അവിടെ ആഘോഷിക്കപ്പെടണം എന്ന് പറയുന്ന എന്റെ ചിന്ത കൊണ്ടാണ്. പക്ഷെ പലപ്പോഴും തെറ്റായ ആളുകൾ ആഘോഷിക്കപ്പെടുന്നത് കാണുമ്പോൾ സ്വയം വിൽക്കാൻ കഴിയുന്ന അപാര സ്വാർത്ഥ ബുദ്ധിയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾക്ക് മുന്നിൽ ഞാനൊരു സംഭവമാണ് എന്ന് സ്വയം ഒരു PR ആയി മാറിക്കൊണ്ടും അതല്ലാതെ PR പ്രവർത്തകരുടെ സേവനം പറ്റിക്കൊണ്ട് പോലും വളരെ ബോധപൂർവം അങ്ങനെ ഹലോ, എന്റെ ആരോഗ്യം വളരെ നന്നായി പോകുന്നു. ശരിയടാ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. യോഗ്യരായിട്ടുള്ള ഒരാൾ നമ്മൾ കാരണം തഴയപ്പെട്ടു പോകരുത്, ഒരവസരവും ഞാൻ കാരണം ഇല്ലാതായി പോകരുത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഉൾവലിഞ്ഞു നിന്നുകൊണ്ടിരുന്നത്. 2024 ഡിസംബർ 31 വരെയും ഞാൻ സ്വീകരിച്ച ഒരു നയം അതാണ്. ഇനിയും അതുതന്നെയാണ് തുടരാൻ പോകുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവായിട്ട് തെറ്റായ മനുഷ്യരെ ആഘോഷിക്കരുത്. ഈ സമൂഹം തെറ്റായ മനുഷ്യരെ ആഘോഷിക്കുമ്പോൾ അവർ പണം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം, കുഴപ്പമൊന്നുമില്ല. ആര് പണം ഉണ്ടാക്കിയാലും അവർ ഒറ്റയ്ക്ക് വീട്ടിൽ വെച്ച് അനുഭവിക്കാനൊന്നും കഴിയില്ല. അത് ഈ സമൂഹത്തിലേക്ക് ചെലവാക്കും. സ്വാഭാവികമായിട്ട് അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ തെറ്റായ മനുഷ്യൻ ആഘോഷിക്കപ്പെടുമ്പോൾ അവൻ സമ്പന്നനാകുന്നു എന്ന നിലയ്ക്കല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ അവൻ പ്രസരിപ്പിക്കുന്ന തെറ്റ് അല്ലെങ്കിൽ അവൻ പ്രസരിപ്പിക്കുന്ന ആശയം, അവനെ ആഘോഷിക്കുമ്പോൾ, അവൻ ആരാധകരുണ്ടാവുമ്പോൾ, തെറ്റായ മനുഷ്യർക്ക് ഇതുപോലുള്ള ശക്തി ഉണ്ടാകുമ്പോൾ സമൂഹം കെട്ടുപോകുമെന്ന് പറയുന്ന എന്റെ ഒരു തോന്നലാണ് നിരന്തരം ഞാൻ പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് പോങ്സ്കൃതത്തിലായതുകൊണ്ടാണ് പലപ്പോഴും മനസ്സിലാവാതെ പോയത്. പറയുന്ന എനിക്ക് തന്നെ പലപ്പോഴും പിടികിട്ടില്ല എന്താ ഞാൻ ഈ പറഞ്ഞെന്നുള്ളത്. ബാധകേറിയ പോലെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു നാവടക്കം പാലിക്കാതെ പോയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. 2025 ഞാൻ കുറെ കൂടി സത്യസന്ധമായിട്ട്, നേരത്തെ സത്യസന്ധത ഇല്ല എന്നല്ല പറയുക, ഒളിച്ചും പാത്തുമാണ് പലതും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഞാൻ പച്ചയ്ക്ക് പറയും, കാര്യങ്ങൾ പറയും, പോങ്സ്കൃതത്തിലല്ലാതെ പറയും. അത് പറയണം. കാരണം ഞാൻ എവിടെയെങ്കിലും ആളാകാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ സ്വാർത്ഥ ബുദ്ധനാവുന്നത്. ഞാൻ ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലത് പറയാമല്ലോ. നല്ലത് 4 പറയും. കുറ്റമായിട്ടല്ല പറയുക, മോശമായിട്ടല്ല പറയുക. തെറ്റായ ഒരാളും ആഘോഷിക്കപ്പെടരുത്. അതാണ് സമൂഹത്തിന് അപകടമുണ്ടാക്കുന്നത്. ഞാൻ നിങ്ങളെ കബളിപ്പിക്കുകയാണ്, നിങ്ങൾ ഇന്നുദ്ദേശിച്ചാൽ സമൂഹത്തെ എന്ന് ഒരിക്കലും എന്നെ വാഴാൻ വിടരുത്. വലിയ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഞ്ചാവ് അടിച്ച്, നല്ല മയക്കുമരുന്ന് അടിച്ച് ഒരുത്തനെ തീർത്ത്, 30 വയസ്സുള്ള ഒരുത്തനെ തീർത്തത് 14 വയസ്സുള്ള ഒരുത്തനാണ്. നമ്മൾ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണെന്നേ.
നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. കാരണം തെറ്റായ എല്ലാത്തിനെയും നമ്മൾ ആഘോഷിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ചോരയാണ് ശരിക്കും പറഞ്ഞാൽ വിൽക്കുന്നത്, അല്ലെ? ചിരി വിറ്റുകൊണ്ടിരുന്ന ഒരു കാലത്ത് ചോര വിൽക്കുന്ന ഒരു കാലത്തേക്ക്, ചോര വിറ്റ് പണമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോയി. 14കാരൻ കുത്തിക്കൊന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, നമ്മൾ കൈയടിക്കുന്ന തിയേറ്ററിൽ കൈയടിക്കുന്ന തല്ലുമാല, RDX ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ എന്താ മുറ, പണി, ഇങ്ങനെ എന്തെല്ലാം സിനിമകളാണ് വരുന്നത്. സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സിനിമകൾ സ്വാധീനിക്കില്ല ആരെയും. എങ്ങനെ? നല്ലതായിട്ട് സ്വാധീനിക്കില്ല, പക്ഷെ മോശമായി സ്വാധീനിക്കും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെയൊക്കെ ഒരു കൗമാരകാലത്തൊക്കെ മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടു കഴിഞ്ഞ് ഇടവേളയിൽ തിയേറ്റർ വിട്ട് പുറത്തേക്ക് ആളുകൾ പോകുന്നവരുടെ മിക്കവരുടെയും തോളൊന്ന് ചെരിഞ്ഞിരിക്കും. മോഹൻലാൽ കയറുന്നതാണ്. മോഹൻലാൽ ഒരു ബാധയായിട്ട് കയറുകയാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക്. ഇന്ന് മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന ധാരാളം ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മോഹൻലാലിൻ്റെ പ്രതാപകാലത്ത് ആ മനുഷ്യൻ ഒരു സമൂഹത്തെ, ഒരു തലമുറയെ എത്രത്തോളം രസിപ്പിച്ചു, ത്രസിപ്പിച്ചു എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. ആ പ്രായത്തിൽ മോഹൻലാൽ അന്ന് കാണിച്ചിരുന്ന പല കാര്യങ്ങളും അതേ പ്രായത്തിലുള്ള ഇന്നത്തെ തലമുറയിലെ പല നടന്മാർക്കും ആ ഒരു ത്രസിപ്പുണ്ടാക്കാൻ കഴിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ കാലം മാറുന്നുണ്ട്. ആ കാലത്തിന്റെ മാറ്റം വേണ്ടതാണ്. എല്ലാ നിലയിലും നമുക്ക് പുരോഗതി വേണം, പരിഷ്കൃത ബുദ്ധി ഉണ്ടാവണം, നമ്മുടെ സമൂഹം എല്ലാ നിലയിലും മെച്ചപ്പെടണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അടിസ്ഥാന നന്മയുണ്ടല്ലോ ഒരു മനുഷ്യന്റെ, ധർമ്മബുദ്ധി എന്ന് പറയുന്നുണ്ടല്ലോ. സനാതന ധർമ്മത്തെക്കുറിച്ചല്ല പറഞ്ഞേ, ധർമ്മബുദ്ധി, നീതി, ന്യായം, ധർമ്മം, ഞാൻ കാരണം മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് പറയുന്ന ചിന്ത. ഈ ചിന്ത കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസരം വന്നാൽ അതിന് യോഗ്യനാണോ ഞാനെന്ന് പറയുന്ന ഒരു ആലോചന എപ്പോഴും ഞാൻ വെക്കാറുണ്ട്. അനർഹമായതൊന്നും ആർജിച്ച് അനുഭവിക്കാൻ പാടില്ല എന്ന് പറയുന്ന അസാമാന്യമായിട്ടുള്ള ഒരു വാശി എനിക്കുണ്ട്. കാരണം എനിക്ക് ഒന്നും അധികം വേണ്ട. അത് നല്ല ശീലവുമല്ല, അത് മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യവുമാണെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷേ ഞാൻ വളരെ സുഖിമാനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സുഖിമാൻ എന്ന് പറഞ്ഞാൽ യാതൊരു ഭാരവുമില്ലാതെ, ആരാലും തിരിച്ചറിയപ്പെടാതെ, ഒരു വലിയ ജീവിക്കണം. അത്യാവശ്യം ഞണ്ണണം, ഉണ്ണണം, ഉടുക്കണം എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ലാതെ അമിതമായ രീതിയിൽ ഇപ്പോൾ ഒരുപാട് വരുമാന നികുതിയൊക്കെ കൊടുത്ത് തളരുക എന്ന് പറയുന്ന ഒരവസ്ഥ എനിക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പോലും താല്പര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് പലപ്പോഴും ഈ അംബാനി, അദാനി അങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് എടോ ഞാനേ ഒരു നിമിഷം ഇപ്പം തിരിച്ചു വിളിക്കട്ടെ, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞാവോ, ഈ പറഞ്ഞു വന്നത് ഇതാണ്. തെറ്റായ മനുഷ്യർ ആഘോഷിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ ഈ 2025 കാലത്തെങ്കിലും നമ്മൾ നടത്തണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ വരുന്ന തലമുറ, ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ബേജാറാവണ്ട, ഒറ്റത്തടി കടന്നു പോയാൽ മതി. പക്ഷെ നിങ്ങൾക്കൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇല്ലേ, അവരൊക്കെ നല്ലൊരു സമൂഹത്തിൽ വേണമല്ലോ വളരാൻ. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. കാരണം എനിക്കിപ്പോൾ ഒരുപാട് ജീവിത സൗകര്യങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല. ഞാൻ പറഞ്ഞല്ലോ അവിടെയാണ് സുഖിമാൻ എന്നാണ് പറഞ്ഞത്. സുഖിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബരത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല, സമാധാനത്തോട് ജീവിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വിളിച്ചപ്പോഴും അതുപോലെ തന്നെ നേരത്തെ എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ആശുപത്രിയിൽ കിടക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പലരും ചോദിച്ചു. ഇപ്പോൾ വിളിച്ചതിനകത്തും ആ ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത്, എനിക്കൊരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിവൈകാരികമായി കാര്യങ്ങളെ കാണുകയും അത് സമ്മർദ്ദമായിട്ട് എൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള അതിവൈകാരികമായി ഞാൻ കാര്യങ്ങളെ കാണുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് രക്തസമ്മർദ്ദം ഉയരുകയും എനിക്കൊരു തരം ഉത്കണ്ഠ ഉണ്ടാവുകയും, അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്ന ഒരു അമിതമായ ചിന്തകൾ കൊണ്ടുണ്ടാവുന്ന കുറച്ച് പിശകുകൾ, മനുഷ്യർക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ആശങ്കകൾ. ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തെയും കടന്ന് ചിന്തിക്കുന്ന, ഒരേ വിഷയത്തിൽ തന്നെ 4-5 കോണിലൂടെ ഞാനത് നോക്കിക്കാണുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു മാനസിക വൈകല്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ അത് അത്രയും അതിവൈകാരികത, അത്രയും ആത്മാർത്ഥത വേണ്ട. അങ്ങനെ ആത്മാർത്ഥത കൊണ്ട് ആരും ജയിച്ചിട്ടില്ല. അതിവൈകാരികതയും അമിതമായിട്ടുള്ള നന്മയും അപാരമായിട്ടുള്ള ഈ ആത്മബോധവും എന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്, ഒരു ധർമ്മബുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ഞാൻ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഈ സന്തോഷവും
ഇതുമൊക്കെ ഈ ഊർജ്ജവുമൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആരെയും പറ്റിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് പറയുന്ന ഒരു തോന്നൽ, പ്രകൃതി എപ്പോഴും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സത്യമാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് പണി കിട്ടും. നമ്മളൊരു നന്മ ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഗുണപരമായിട്ടുള്ള ഒരു ഫലം കിട്ടിയെന്ന് വരില്ല, പക്ഷെ മനസ്സമാധാനവും സംതൃപ്തിയും കിട്ടും. പ്രകൃതിയെ ഭയക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ നവമാധ്യമങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവാണ്. എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. മദ്യപിക്കുക എന്ന് പറയുന്നത് പോലും എല്ലാവർക്കും കഴിയുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് പറയുന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ് ലഹരി ഉപേക്ഷിച്ചത്. ഞാൻ അത് ആവർത്തിച്ച് പറയുന്നത് ശരിയല്ല എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മക്കളത് പറയരുത് എന്നുള്ള മട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ലഹരി ഉപേക്ഷിച്ച കാര്യം. പക്ഷേ അത് പലപ്പോഴും പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലഹരിയോട് വിരോധപ്പെട്ട് അത് നിർത്തിയതല്ല, ബഹുമാനിച്ച് നിർത്തിയതാണ്. കാരണം ഞാൻ നല്ലൊരു കുടിയനല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് വന്നപ്പോഴാണ്. പശു കാടി കുടിക്കുന്ന പോലെ കള്ളു കുടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതല്ല കുടി സംസ്കാരം. കുടി എന്ന് പറയുന്നത് അതിനൊക്കെ ഒരു ചില മര്യാദകളുണ്ട്, ചില ചിട്ടവട്ടങ്ങളുണ്ട്. അത് പാലിക്കാൻ അറിയാത്തവനൊന്നും കുടിക്കാൻ പോകരുത്. മദ്യത്തെയും ലഹരി ദേവതയും ഒന്നും അപമാനിക്കരുത്. അതിനുള്ള യോഗ്യതയില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാനത് ഒഴിവാക്കിയത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞും സ്വയം ആത്മപരിശോധനകൾ നടത്തിയും ഞാനിത് അർഹിക്കുന്നതാണോ അല്ലെങ്കിൽ ഞാനിതിന് യോഗ്യനാണോ എന്ന് പറയുന്ന ചിന്തകൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അല്ലാതെ വളർന്നു പോവുക, ധാരാളം പണമുണ്ടാക്കുക, സാമൂഹ്യ മൂല്യം ഉയർത്തുക, ഒരുപാട് ആളുകളുടെ ബഹുമാനവും അംഗീകാരവും ആദരവും പറ്റുക ഒന്നും വേണ്ട. സഹജീവിയെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ കഴിയുമോ? ഞാനിത് നിങ്ങളോട് പറയുന്നത് ആകെ ഞാൻ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഉപദ്രവിക്കുന്നത് നിങ്ങളെ മാത്രമാണ് ഈ സംസാരം കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തിപരമായി സംസാരിക്കുന്നത്. 2024 വരെയും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും ഞാൻ പറഞ്ഞിരുന്നില്ല അങ്ങനെ. ഞാൻ വളരെ ഒരു പൊതുവിഷയത്തിലേക്ക് നാക്കിറക്കി വെച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പോംസ്കൃതത്തിൽ ചില കസർത്തുകൾ നടത്തുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ആവശ്യമില്ലാന്നേ. അത് ഇഷ്ടപ്പെടുന്ന വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ. വ്യാപകമായി ഇഷ്ടം വേണ്ടിയിട്ടല്ല, ആ ഇഷ്ടപ്പെട്ടിരുന്നവർ പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പിന്നെ എന്തിനാണ് തെറി മേടിക്കാൻ മാത്രമായിട്ട് എന്തിനാണ് ഒരു നാവാട്ട്? ശത്രു സമ്പാദനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്? ഇതുകൊണ്ടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഞാൻ മറ്റുള്ളവരെ പരിഹസിച്ചപ്പോഴും നിന്ദിച്ചപ്പോഴും അപമാനിച്ചപ്പോഴും അപ്പോഴൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് കാഴ്ചകൾ ലഭിച്ചത്. 2025 മുതൽ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ഞാൻ ഈ ജീവിതത്തെ കാണുകയും നമ്മുടെ ജീവിതത്തെ കാണുകയും, എൻ്റെ ജീവിതത്തെ എന്നല്ല നമ്മുടെ ജീവിതത്തെ ഞാൻ കുറച്ചുകൂടി ഗൗരവത്തോടെ കൂടി കാണുകയും, ഞാൻ സമൂഹത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുകയും. കാരണം നിങ്ങൾ തിരക്കുള്ളവരാണല്ലോ. നിങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ കുഞ്ഞുങ്ങളെ നോക്കണം, സ്വന്തം ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആൾക്കാരാണ്, കൊച്ചുമക്കളുടെ കാര്യങ്ങൾ നോക്കേണ്ടവരാണ്. എനിക്ക് സ്വന്തമായിട്ട് ജീവിതം അധികം ഇല്ലാത്തതുകൊണ്ട് സാമൂഹ്യ ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സമൂഹത്തിലേക്ക് തറഞ്ഞ് ആഴത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു പിശക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നായയെ പോലെ ഞാൻ ഓരിയിട്ടുകൊണ്ടിരിക്കും. നരിയെ പോലെ ഓരിടും, നായയെ പോലെ കുരയ്ക്കും. അതാണ് ശരി. എന്തായാലും ഞാൻ ബഹളം വെച്ചുകൊണ്ടിരിക്കും. ഉറപ്പായിട്ടും ഈ സമൂഹത്തിൽ എവിടെ പാകപ്പിഴ കണ്ടു കഴിഞ്ഞാലും ഞാൻ ഉറക്കെ കുരയ്ക്കും. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ നിങ്ങളോട് തുറന്നു പറയും. മാനസികമായിട്ട് എനിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, ചിന്തകളിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അഭിപ്രായത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, കാരണം ഞാൻ ഈ സമൂഹത്തോട് കടപ്പെട്ട ഒരാളാണ് പരിപൂർണമായിട്ടും. ഞാൻ എൻ്റെ നവമാധ്യമ ജീവിതത്തെ ഈ സമൂഹത്തിന് ദ്രോഹമില്ലാത്ത വിധം കൊണ്ടുപോവുകയും, എന്നാൽ എൻ്റെ മുന്നിൽ ഒരു പ്രശ്നം, ഒരു അനീതി നടക്കുന്നു, ഒരു അധർമ്മം ഉണ്ടാകുന്നു എന്ന് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമാകാതെ നിൽക്കുകയും അത് അന്യായമായി അധർമ്മമായി എന്ന് ഉറക്കെ കുരയ്ക്കുകയും ചെയ്യുന്നു ഒരു നായയെ പോലെ. അത് തന്നെയായിരിക്കും എൻ്റെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ. ഞാൻ ഈ സമൂഹത്തിന് കാവൽ നിൽക്കുന്ന ഒരു നായ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടി കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു നായ മാത്രമായിരിക്കും ഇനി പോകാൻ ഈ 2025 മുതൽ. തെറ്റായ മനുഷ്യർ ആഘോഷിക്കപ്പെടാതെ നോക്കുക എന്നുള്ളതായിരിക്കണം 2025 നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. സൂത്രശാലികളെ, കുബുദ്ധിയുള്ളവരെ, കൗശലക്കാരെ, നിങ്ങളുടെ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യാൻ വരുന്നവരെ, നിങ്ങളുടെ നിഷ്കളങ്കതയെ ഉപയോഗിക്കുന്നവരെ, സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ നിഷ്കളങ്കതയെ ഉപയോഗിക്കുന്നവരുടെ, നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കുന്നവരുടെ, നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ ഉപയോഗിക്കുന്നവരുടെ, നിങ്ങളുടെ ദേശീയ ബുദ്ധിയെ, നിങ്ങളുടെ ഭക്തിയെ, നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും
നിങ്ങൾ സൂക്ഷിക്കണം. സ്വന്തം നിലയിൽ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വളർത്ത നായയുടെ കൂട്ട് ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഇരുന്ന് കുരച്ചുകൊണ്ടേയിരിക്കും. ഒന്ന് ചെവി തന്നാൽ മാത്രം മതി. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. കൂടുതൽ ഒന്നും പറയുന്നില്ല. 1-2 കോളുകൾ പിന്നെയും വന്നുകൊണ്ടിരിപ്പുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ ആശുപത്രി വാസത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഉറപ്പായിട്ടും ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ശാരീരികമായും മാനസികമായും. പക്ഷേ ഈ പറയുന്ന അതിവൈകാരികമായി ഞാൻ കാര്യങ്ങളെ കണ്ടതുകൊണ്ടും അന്യായത്തോടുള്ള അമിതമായിട്ടുള്ള ഒരു അനാദരവ് വെച്ച് പുലർത്തുന്നത് കൊണ്ടും ധർമ്മത്തോട് അതിശക്തമായിട്ടുള്ള ഒരു സ്നേഹം ഉള്ളിലുണ്ടായിപ്പോയി എന്നുള്ളത് കൊണ്ടും ഈ രാജ്യം എന്ന് പറയുന്നത്, ഈ ലോകമെന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത്, ഒരൊറ്റ ജീവിതം മാത്രം ജീവിക്കാൻ അവസരം ലഭിച്ച നമ്മൾ പക വേണ്ട, വിദ്വേഷം വേണ്ട, വെറുപ്പ് വേണ്ട, ചൂഷണം വേണ്ട, വൈരാഗ്യ ബുദ്ധി വേണ്ട, സ്നേഹം മാത്രം മതി, സഹകരണം മാത്രം മതി, സഹജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്ന വിശ്വാസം ഉത്തമ ബോധ്യത്തോടുകൂടി എൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിലൂടെ ചിലപ്പോൾ നിരന്തരം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സമയമുള്ളപ്പോൾ എനിക്കൊന്ന് ചെവി തരണം. പോങ്ങെന്ന് പറയുന്ന ഒരു വ്യക്തിയെ അപകടകാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കൂട്ടണ്ട. ഞാനൊരു സാമൂഹ്യ വിരുദ്ധനല്ല. എൻ്റെ ഭാഗത്തുനിന്ന് സംസ്കൃതീകരിക്കപ്പെടാത്ത എന്തെങ്കിലും പദങ്ങൾ വന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചെവിയെയോ നിങ്ങളുടെ സംസ്കാരത്തെയോ ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ ഒരു വിശ്വാസം, ഒരു ധൈര്യമായി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് പറയുന്ന ഒരു അപേക്ഷയോടുകൂടി പോങ്ങനി സംസാരം തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നല്ല ഒരു 2025 സംഭവിക്കട്ടെ. 2025 മാത്രമല്ല മുന്നോട്ടുള്ള ജീവിതം. നമ്മുടെയൊക്കെ ഒരു കലണ്ടർ മറിവ് മാത്രമാണ് എന്നെ സംബന്ധിച്ച് പുതുവത്സരം എന്ന് പറയുന്നത്. എങ്കിൽ പോലും എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. നല്ല ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന ഒരു ദിനമായി, ഒരു വർഷമായി, അല്ലെങ്കിൽ ഒരു വർഷത്തിന്റെ തുടക്കമായി ഈ 2025 മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനായി പ്രകൃതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോങ്ങനി സംസാരം തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. എല്ലാവരോടും വലിയ സ്നേഹമുണ്ട്. കുറെ കൂടി പറയാനുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ശ്രദ്ധ പതറിപ്പോയി. എനിക്ക് വന്ന 2 ഫോൺ വിളികളും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിളികളും. അയ്യോ